Dear students, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണ ടോപ്പിക്കാണ് മെഷർമെൻറ്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. നമ്മൾ പറഞ്ഞു ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് പറഞ്ഞു, അതിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറഞ്ഞു, ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറഞ്ഞു, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറഞ്ഞു ഇല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോണത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ മെഷർമെൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുക? അപ്പോൾ അതിന് 4 മെത്തേഡുകളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ മെത്തേഡ് വന്നിട്ട് പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ്. ഈ ഒരു മെത്തേഡിന് പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡിന് മറ്റൊരു പേരും കൂടിയും പറയും, അതാണ് ഫോർമുല മെത്തേഡ്. ഈ ഒരു മെത്തേഡ് പ്രകാരം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, റേഷ്യോ ബിറ്റ്വീൻ ദ പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ഓർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലും ഡിമാൻഡിലും പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ചിനെ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ഒരു റേഷ്യോ കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഏത് മെത്തേഡ് പ്രകാരം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണുന്നത്? പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ് പ്രകാരം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ED means elasticity of demand is equal to proportionate change in quantity demanded divided by proportionate change in price. ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെ പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ED മീൻസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടുന്നത്. ദെൻ അതല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ഹരിക്കണം, അതായത് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. ഇതാണ് വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ദെൻ അതിനെയാണ് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു P1 ബൈ Q1 എന്നുള്ള രീതിയിൽ ഒന്നുകൂടി സിമ്പിളായിട്ട് അവിടെ ഇക്വേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണ്, അതായത് എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുക പ്രൊപ്പോർഷണൽ മെത്തേഡിൽ എന്ന്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പം മാംഗോസ് സെല്ല് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ആണ് സപ്പോസ്. സോ അങ്ങനെ ഒരു അസംഷൻ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. മാങ്ങ നമ്മൾ വിൽക്കുന്നത് ₹1, ഒരു യൂണിറ്റിന് 1 രൂപ എന്നുള്ള രീതിയിലാണ്. ഒരു മാങ്ങയ്ക്ക് 1 രൂപ എന്നുള്ള രീതിയിൽ നമ്മൾ മാങ്ങ സെല്ല് ചെയ്യുന്നുണ്ട്. സോ 1 രൂപ ആയിരിക്കുന്ന സമയത്ത് കൺസ്യൂമർ എത്ര മാംഗോ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്? 10 മാംഗോസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. മാംഗോസിന് 1 രൂപയായിട്ട് നമ്മൾ വിൽക്കുമ്പോൾ 10 മാംഗോക്ക് ഡിമാൻഡ് ഉണ്ട്. ഇനി പ്രൈസ് എന്തായി? 1 രൂപ എന്നുള്ളതിന് 0.80 80 പൈസയായിട്ട് കുറഞ്ഞു. അതായത് 20 പൈസ കുറഞ്ഞ് 80 പൈസയിലേക്ക് മാറി. പ്രൈസ് ഡിക്രീസ് ചെയ്തു, ഫാൾ ചെയ്തു. സോ ഡിമാൻഡ് എന്തായി? സ്വാഭാവികമായിട്ടും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. 10 മാങ്ങ എന്നുള്ളതിന് പകരം ഇപ്പോൾ മാംഗോക്ക് എത്ര ഡിമാൻഡ്? 15. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യാനാണ് അല്ലെങ്കിൽ കണ്ടെത്താനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എന്താന്ന് നോക്കാം. ഇക്വേഷൻ എന്തായിരുന്നു? ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ്. ആദ്യത്തെ പോർഷൻ ചേഞ്ച് ഇൻ ഡിമാൻഡ് 10 ആയിരുന്നു ഡിമാൻഡ്, അത് എത്രയായി മാറി? 15 ആയിട്ട് മാറി. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ആ ഒരു മാറ്റം, ചേഞ്ച്, ആ ഡിഫറൻസ് എത്രയാണ്? 5 അല്ലേ. 10 എന്നുള്ളത് 15 ആയി കൂടി. അപ്പോൾ ചേഞ്ച് ഇൻ ഡിമാൻഡ് എത്രയാണ്? നമ്മൾ 15 എന്നല്ല കൊടുക്കേണ്ടത്, ആ മാറ്റം ഡിഫറൻസസ് ആണ് കാണിക്കേണ്ടത്. എത്രയാണ്? 5. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡിമാൻഡ്. ചേഞ്ച് ഇൻ ഡിമാൻഡ് എത്രയാണ്? 5. ദെൻ ചേഞ്ച് ഇൻ ഡിമാൻഡിനെ എന്തുകൊണ്ടാണ് ഹരിക്കുന്നത്? ഒറിജിനൽ ക്വാണ്ടിറ്റി ഓഫ് ഡിമാൻഡ് ആദ്യം, അല്ലെങ്കിൽ ഒറിജിനൽ ക്വാണ്ടിറ്റി എത്രയായിരുന്നു? 10. അപ്പോൾ 5/10. ദെൻ അതിനെ എന്തുകൊണ്ടാണ് നമ്മൾ ഹരിക്കുന്നത്? ചേഞ്ച് ഇൻ പ്രൈസ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. ചേഞ്ച് ഇൻ പ്രൈസ് എത്രയാണ്? 1 രൂപ എന്നുള്ളത് 80 പൈസയായി കുറഞ്ഞു. അപ്പോൾ നമ്മളവിടെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളതൊന്നും എടുക്കണ്ട, ചേഞ്ച് മാത്രം. അതായത് 1 രൂപ എന്നുള്ളത് 80 പൈസയായി കുറഞ്ഞു. അപ്പോൾ അവിടുത്തെ പ്രൈസിൽ വന്ന മാറ്റം എത്രയാണ്? 0.20, അതായത് 20 പൈസ ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ്. ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 1 രൂപ. സോ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ കാണുകയാണ്. എങ്ങനെയാണ്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, അതായത് ചേഞ്ച് ഇൻ ഡിമാൻഡ് 5 ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡിമാൻഡ് 10. ചേഞ്ച് ഇൻ പ്രൈസ് 0.20 ഡിവൈഡഡ് ബൈ ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 1. അപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 2.5 എന്ന് വരും.
That means demand is relatively elastic. ഇപ്പൊ നമ്മൾ ഡിമാൻഡിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എങ്ങനെ കാണുകയെന്ന് കണ്ടു. Elasticity of demand is equal to change in demand divided by original demand ഹരിക്കണം divided by change in price divided by original price. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഏത് മെത്തേഡിൽ പറയുന്നത്? പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് ഓർ ഫോർമുല മെത്തേഡിൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള ആ ഒരു പെർസെൻറ്റേജ് ചേഞ്ച് നമ്മൾ എന്ത് ചെയ്യാണ്? അതിൻ്റെ ആ ഒരു റേഷ്യോ കണ്ടെത്തണം. ഇനി നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് വന്നിട്ട് എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡ്. ഈ ഒരു മെത്തേഡ് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മാർഷൽ എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പ്രൈസും ഡിമാൻഡും ഉണ്ടാവുന്ന മാറ്റം, പ്രൈസിലുണ്ടാവുന്ന മാറ്റവും ഡിമാൻഡിലുണ്ടാവുന്ന മാറ്റവും എങ്ങനെയാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ റിഫ്ലക്ട് ചെയ്യുന്നത്, ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അതാണ് ഇലാസ്റ്റിസിറ്റിയിൽ മെഷർ ചെയ്യണത്. എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡിൽ അതിന്റെ പേര് പറയുമ്പോൾ അറിയാം, ടോട്ടൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഔട്ട്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ, അതിലുണ്ടാവുന്ന മാറ്റമാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്, പ്രൈസും ഡിമാൻഡിലും ഉണ്ടാവുന്ന മാറ്റം മൂലം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു പിക്ചർ, ഒരു എക്സാമ്പിൾ കാണാം. ഇവിടെ 3 കേസസ് തന്നിട്ടുണ്ട് അല്ലേ? കേസ് 1, കേസ് 2, കേസ് 3 എന്ന് തന്നിട്ടുണ്ട്. പ്രൈസ് തന്നിട്ടുണ്ട്, മാംഗോസിന്റെ ഡിമാൻഡ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ കാണാം. അപ്പൊ നമുക്ക് ആദ്യത്തെ കേസ്, നമ്മുടെ ഫസ്റ്റ് സിറ്റുവേഷൻ എടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ കേസിൽ പ്രൈസ് എത്രയാണ്? 4 രൂപ. മാങ്ങയ്ക്ക് 4 രൂപയാണ് എന്നുള്ളപ്പോൾ നമ്മൾ എത്ര മാങ്ങ വാങ്ങി? 50 മാങ്ങ വാങ്ങി. അപ്പോൾ ഒരു മാങ്ങയ്ക്ക് 4 രൂപ, 50 മാങ്ങയാകുമ്പോൾ എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയി? നമ്മുടെ ടോട്ടൽ മണി സ്പെൻഡ് അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 200 രൂപ അല്ലേ? ദെൻ രണ്ടാമത്, അതായത് 4 രൂപയെന്ന് അത് എത്രയായി കുറഞ്ഞു? 3.6, 3 രൂപ 60 പൈസയായിട്ട് കുറഞ്ഞു. മാംഗോയുടെ പ്രൈസ് കുറഞ്ഞു, 4 എന്നുള്ളത് 3 രൂപ 60 പൈസയായിട്ട് കുറഞ്ഞു. അപ്പോഴത്തെ ഡിമാൻഡ് എത്രയാ? പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി, 50 എന്നുള്ളത് എത്രയായി? ഡിമാൻഡ് 60 എന്നായി. അപ്പോൾ ടോട്ടൽ മണി എത്രയാ? 3.6 ഇൻറ്റു 60, 60 മാങ്ങ, ഒരു മാങ്ങയ്ക്ക് 3.6, സോ എത്ര രൂപയാണ്? 216 രൂപ. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, പ്രൈസ് കുറഞ്ഞു, ഡിമാൻഡ് കൂടി, പക്ഷെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്താ ചെയ്ത്? കൂടി. പ്രൈസ് കുറഞ്ഞെങ്കിലും നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടി. പ്രൈസ് 4 എന്നുള്ളത് 3.6 ആയി കുറഞ്ഞു, പക്ഷെ നമ്മുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 200 എന്നുള്ളത് 216 ആയി കൂടി. അപ്പൊ ഈ സിറ്റുവേഷനെയാണ് നമ്മൾ ഗ്രേറ്റർ ദാൻ യൂണിറ്റി എന്ന് പറയുന്നത്. അവിടെ ഇലാസ്റ്റിസിറ്റി ഒന്നിനേക്കാൾ കൂടുതലാണ്, ഗ്രേറ്റർ ദാൻ യൂണിറ്റി അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ, രണ്ടാമത്തെ കേസിൽ മാങ്ങയ്ക്ക് 3 രൂപയാണ്. 3 രൂപയാവുമ്പോൾ നമ്മൾ 80 മാങ്ങ വാങ്ങി. അപ്പോൾ എത്ര രൂപയാ ടോട്ടൽ എക്സ്പെൻഡിച്ചർ? 3/8 24, 240 രൂപ. ഇനി ആ 3 രൂപ എന്നുള്ളത് മാംഗോയുടെ പ്രൈസ് എത്രയായി കുറഞ്ഞു? 2 രൂപ 40 പൈസയായി ഇല്ലേ? 3 രൂപയിൽ നിന്ന് 2 രൂപ 40 പൈസയായി കുറഞ്ഞു. അപ്പോൾ ഡിമാൻഡ് സ്വാഭാവികമായിട്ടും കൂടി. എത്രയായി? 80 എന്നുള്ളത് 100 ആയിട്ട് കൂടി. അപ്പോൾ അവിടെ എത്ര എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ടോട്ടൽ നമ്മൾ എത്ര മണി സ്പെൻഡ് ചെയ്തു? 100 രൂപ, 100 മാംഗോസിന്, ഒരു മാംഗോയ്ക്ക് 2.4 എന്നുള്ള രീതിയിൽ 240 രൂപ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പ്രൈസ് കുറഞ്ഞു, ഡിമാൻഡ് കൂടി, ടോട്ടൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ടോട്ടൽ മണി സ്പെൻഡ് എന്നുള്ളത് എത്ര തന്നെയാണ്? സെയിം ആണ്. അതായത് ആദ്യത്തെ കേസിലും 240, 3 രൂപയാകുമ്പോഴും 240 രൂപയാണ് ടോട്ടൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. 2 രൂപ 40 പൈസ ആകുമ്പോഴും എത്ര തന്നെയാണ്? 240 ആണ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈക്വൽ ആണ് രണ്ട് കേസിലും എന്നുള്ളതുകൊണ്ട് അവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 1 അല്ലെങ്കിൽ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആണ്. ഇനി മൂന്നാമത്തെ കേസ്, മൂന്നാമത്തെ സിറ്റുവേഷനിൽ പ്രൈസ് എന്ന് പറയുന്നത് 2 രൂപ. മാംഗോക്ക് 2 രൂപയാകുമ്പോൾ നമ്മൾ 110 മാംഗോസ് വാങ്ങി. അപ്പോൾ മൊത്തം എത്ര രൂപ? 110 × 2 220 രൂപ നമ്മൾ കൊടുത്തു. ഇനി ആ 2 രൂപ എന്നുള്ളത് മാങ്ങയ്ക്ക് എത്രയായി വില കുറഞ്ഞു? 1.6, 1 രൂപ 60 പൈസയായി കുറഞ്ഞു. അപ്പോൾ നമ്മൾ 120 മാംഗോ വാങ്ങി. അപ്പോൾ എത്ര രൂപ? 192 രൂപ നമ്മൾ കൊടുത്തു. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നോക്കിയാൽ അറിയാം, പ്രൈസ് കുറഞ്ഞു, ഡിമാൻഡ് കൂടി, ടോട്ടൽ മണി സ്പെൻഡ് അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ കുറവാണ് വന്നിട്ടുള്ളത് അല്ലേ? 2 രൂപയായിരിക്കുമ്പോൾ 220 രൂപ,
നമ്മൾ സ്പെൻഡ് ചെയ്തു. 1 രൂപ 60 പൈസ ആയിരിക്കുമ്പോൾ 192 രൂപയാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അവിടെ ലെസ് ദാൻ യൂണിറ്റി, അവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ കുറവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ടേബിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാം, പ്രൈസിലും ഡിമാൻഡിലും ഉണ്ടാവുന്ന മാറ്റം ടോട്ടൽ മണി സ്പെൻഡ് അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു, അതാണ് ഇവിടെ ഇലാസ്റ്റിസിറ്റി. അത്തരത്തിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അതാണ് നമ്മൾ നോക്കണത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കേസ് നമ്പർ 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ് യൂണിറ്റി. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു പ്രൈസ് കുറയുമ്പോഴും. കേസ് നമ്പർ 2-ൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്, യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആണ്. അവിടെ പ്രൈസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. പക്ഷെ ടോട്ടൽ മണി സ്പെൻഡ് എന്ന് പറയുന്നതിൽ മാറ്റില്ല. ദെൻ മൂന്നാമത്തെ കേസിൽ പ്രൈസ് കുറയുന്നു, ടോട്ടൽ എക്സ്പെൻഡിച്ചറും കുറയുന്നു. അവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ യൂണിറ്റി ആണ്. ഇങ്ങനെയാണ് ആ 3 കേസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ അതിൻ്റെ ഒരു ഗ്രാഫ് ഇവിടെ കാണാം. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ വൈ ആക്സിസിൽ, വെർട്ടിക്കൽ ആക്സിസിൽ വൈയിൽ നമ്മൾ പ്രൈസ് എടുത്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ എടുത്തിട്ടുണ്ട്. ഇവിടെ എ മുതൽ ബി വരെയുള്ള ഇത്രയും പോർഷൻസ് കാണിക്കുന്നത് ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1, ഒന്നിനേക്കാൾ കൂടുതലാണ് ഇലാസ്റ്റിസിറ്റി. അതായത് പ്രൈസ് കുറഞ്ഞു, ടോട്ടൽ എക്സ്പെൻഡിച്ചർ കൂടി. ദെൻ ബി മുതൽ സി വരെയുള്ള പോർഷൻ ഈസ് ഈക്വൽ ടു 1, അതായത് ഇലാസ്റ്റിസിറ്റി 1 ആണ്, പ്രൈസ് കുറഞ്ഞു പക്ഷെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ മാറ്റില്ല. ദെൻ സി മുതൽ എൽ വരെ കാണിക്കുന്ന പോർഷൻ ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1, ഇലാസ്റ്റിസിറ്റി അവിടെ ഒന്നിനേക്കാൾ കുറവാണ്, പ്രൈസ് കുറഞ്ഞു, ടോട്ടൽ എക്സ്പെൻഡിച്ചറും കുറഞ്ഞു. സോ ഇതാണ് അതിൻ്റെ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് തന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഇനി നമ്മുടെ മൂന്നാമത്തെ മെത്തേഡ്, നമ്മുടെ തേർഡ് മെത്തേഡ് വന്നിട്ട് ജോമെട്രിക് ഓർ പോയിന്റ് മെത്തേഡ് എന്നുള്ളതാണ്. ഈ ഒരു മെത്തേഡും ഇറ്റ്സ് ഓൾസോ ഡെവലപ്ഡ് ബൈ മാർഷാൽ. മാർഷാൽ തന്നെയാണ് ഈ ഒരു മെത്തേഡും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഡിമാൻഡ് അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുന്നത് lower section of demand curve divided by upper section of demand curve. ഡിമാൻഡ് കർവിൻ്റെ താഴത്തെ ഭാഗവും മുകളിലത്തെ ഭാഗവും അപ്പർ സെക്ഷനും ലോവർ സെക്ഷനും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഇവിടെ കാണാം. വൈ ആക്സിസിൽ പ്രൈസ് എടുത്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എടുത്തിട്ടുണ്ട്. ഇതിൽ പി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്, നടുവിലത്തെയാണ് പി എന്ന് പറയുന്നത്. പി മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ എ മുതൽ പി വരെയുള്ള ഇത്രയും പോർഷൻസ്, ഇവിടെ എ മുതൽ പി വരെയുള്ള ഇത്രയും പോർഷൻസ് എന്താണ്, അത് പി മുതൽ ബി വരെയുള്ള ഇത്രയും പോർഷൻസിന് ഈക്വൽ ആണ്. കാരണം പി മിഡ് പോയിന്റ് ആണ്, എ ബി എന്ന് പറയുന്നത് ഡിമാൻഡ് കർവാണ്. അപ്പോൾ എ ബി 10 ആണെങ്കിൽ എ മുതൽ പി വരെ 5, പി മുതൽ ബി വരെ 5. ദെൻ എ ബി എന്ന് പറയുന്നത് 4 ആണെന്നുണ്ടെങ്കിൽ എ മുതൽ പി വരെ 2 ആണ്, പി മുതൽ ബി വരെയും 2 ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു അസംഷൻ കൊടുക്കുകയാണ്. എ ബി എന്ന് പറയുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ഡിമാൻഡ് കർവ്, ഗ്രാഫിൽ കാണുന്ന എ മുതൽ ബി വരെയുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിമാൻഡ് കർവ്, അതിൻ്റെ മിഡ് പോയിന്റ് ആണ്, അതിൻ്റെ പകുതിയാണ് പി. അതായത് ഇത് മുഴുവൻ 10 ആണെങ്കിൽ പകുതി എത്രയായിരിക്കും, 5 5 ആയിരിക്കും രണ്ട് ഭാഗത്തും, പിയുടെ അപ്പുറം ഇപ്പുറം 5 വീതവും വരുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് അസംഷൻ ആണ്, പി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്, എ ബി എന്ന് പറയുന്നത് 6 ആണ്. എ ബി 6 ആണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എത്രയായിരിക്കും, പി ബി. പി ബി മീൻസ് ലോവർ സെക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഡിവൈഡഡ് ബൈ അപ്പർ സെക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ്. പി ബി ഡിവൈഡഡ് ബൈ പി എ, ലോവർ സെക്ഷൻ പി ബി ഡിവൈഡഡ് ബൈ പി എ. സോ അവിടെ എത്രയാണ് ഇലാസ്റ്റിസിറ്റി വരുന്നത്, 1 ആണ്. അതായത് 3/3, 1. ഇനിയിപ്പോൾ 10 ആണ് എ ബി എന്നുണ്ടെങ്കിൽ 5/5, 1. ദെൻ 4 ആണ് എ ബി എന്നുണ്ടെങ്കിൽ 2/2, 1. അപ്പോൾ അതാണ് ഏതിൽ പറയുന്നത്, നമ്മുടെ ജോമെട്രിക് മെത്തേഡ് ഓർ പോയിന്റ് മെത്തേഡിൽ ഒരു മിഡ് പോയിന്റിനെ ബേസ് ചെയ്ത്. മിഡ് പോയിന്റ് പി ആണ്, അപ്പോൾ രണ്ട് ഭാഗവും ഈക്വൽ ആയിട്ട് വരുന്നു, അത്രേ പറയുന്നുള്ളൂ. നാലാമത്തെ മെത്തേഡാണ് ആർക്ക് മെത്തേഡ് എന്നുള്ളത്. ഇവിടെ ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നത് 2 പോയിന്റ്സിന്റെ ഇടയിലാണ്. അതായത് ഒരു മിഡ് പോയിന്റിനെ ബേസ് ചെയ്താണ് ഇലാസ്റ്റിസിറ്റി ഇവിടെ മെഷർ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആവറേജ് ഇലാസ്റ്റിസിറ്റി ആണ്. വാട്സൺ അതിനെ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആർക്ക് ഇലാസ്റ്റിസിറ്റി ഈസ് ദ ഇലാസ്റ്റിസിറ്റി അറ്റ് ദ മിഡ് പോയിന്റ് ഓഫ് എൻ ആർക്ക് ഓഫ് ഡിമാൻഡ് കർവ്. ഒരു ഡിമാൻഡ് കർവിന്റെ മിഡ് പോയിന്റിന്ന് 2 സൈഡിലേക്ക് നമ്മൾ മെഷർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇക്വേഷൻ ഞാനിവിടെ ബോക്സ് ചെയ്തിട്ടുണ്ട്, ഒരു സ്ക്വയർ ചെയ്തിട്ടുണ്ട് ഇവിടെ. ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡിമാൻഡ്
ഇൻറ്റു ആവറേജ് പ്രൈസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്. അതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ, ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഡയഗ്രാം നോക്കിയാൽ അറിയാം. ആദ്യം പി എന്ന് പറയുന്നത് എത്രയാണ്? P1 എന്ന് പറയുന്നത് 6ആണ്. 6 രൂപ ആയിരിക്കുമ്പോൾ നമ്മൾ എത്ര, ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ എത്ര യൂണിറ്റ് വാങ്ങി? 6 രൂപ ആയിരിക്കുമ്പോൾ നമ്മളത് 8 കിലോ വാങ്ങി. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്, ഇപ്പോൾ പഞ്ചസാരയോ അരിയോ അല്ലെങ്കിൽ വേറെ എന്ത് കമ്മോഡിറ്റി ആയിക്കോട്ടെ, 6 രൂപയാണ് അതിന് പ്രൈസ് എന്നുള്ളപ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങി? ഡിമാൻഡ് എന്ന് പറയുന്നത് 8 കിലോ ആണ്. ദെൻ 6 അത് എത്രയായി കുറഞ്ഞു? 2 രൂപയായിട്ട് കുറഞ്ഞു. പ്രൈസ് 6 എന്നുള്ളത് 2 രൂപയായി കുറഞ്ഞു. 2 രൂപയായി കുറഞ്ഞപ്പോൾ നമ്മുടെ ഡിമാൻഡ് എത്ര കൂടി? 8 എന്നുള്ളത് 20 ആയിട്ട് കൂടി. ഇവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ. ഇൻ ദ ഗിവൺ ഡയഗ്രാം അറ്റ് പ്രൈസ് ₹6, 6 രൂപയായിരിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് 8 കിലോ ആയിരുന്നു. ദെൻ 6 രൂപ എന്നത് 2 രൂപയായിട്ട് കുറഞ്ഞപ്പോൾ എത്രയാണ് ഡിമാൻഡ് കൂടിയത്? 20 കിലോ ആയിട്ട് അത് കൂടി. അപ്പോൾ ഇവിടെ ഇലാസ്റ്റിസിറ്റി കാണാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 രൂപയായിരുന്നപ്പോൾ 8 കിലോ വാങ്ങി. 2 രൂപയായപ്പോൾ നമ്മൾ 20 കിലോ വാങ്ങി. അപ്പോൾ ആ ഒരു ഡിമാൻഡ് കർവ് നമ്മൾ അവിടെ വരയ്ക്കുകയാണ്. ഇതിൻ്റെ ഈ 2 പോയിന്റിനെയും ചേർത്ത് ഡി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് വരച്ചു? ഒരു ഡിമാൻഡ് കർവ് വരച്ചു. ഇനി നമുക്ക് ഇലാസ്റ്റിസിറ്റി കാണണം. അപ്പോൾ ഇലാസ്റ്റിസിറ്റി കാണണമെങ്കിൽ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഡിമാൻഡിൽ വന്നിട്ടുള്ള ചേഞ്ച്. ഡിമാൻഡിൽ വന്നിട്ടുള്ള ചേഞ്ച് എത്രയാ? ആദ്യം 8 കിലോ വാങ്ങി, പിന്നീട് അത് എത്രയാക്കി? 20 കിലോ വാങ്ങി. അപ്പോൾ 8 എന്നുള്ളത് 20 മാറി. അപ്പോൾ അവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? ഡിഫറൻസ് എത്രയാ? 12. അപ്പോൾ ഡെൽറ്റ ക്യൂ ചേഞ്ച് ഇൻ ഡിമാൻഡ് എത്രയാ? 12 ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി. ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ 4. ഡെൽറ്റ പി എന്ന് പറയുന്നത് പ്രൈസിൽ വന്ന മാറ്റം. 6 രൂപയായിരുന്നു പ്രൈസ്. 6 രൂപ എന്നുള്ളത് എത്രയായി കുറഞ്ഞു? 2 രൂപയായി കുറഞ്ഞു. അപ്പോൾ ഡെൽറ്റ പി പ്രൈസിൽ വന്ന മാറ്റം 4 ആണ്. ദെൻ ഇൻറ്റു P1 പ്ലസ് P2. P1 പ്ലസ് P2 എന്ന് പറയുന്നത് P1 എന്ന് പറയുന്നത് ആദ്യത്തെ പ്രൈസ് 6 രൂപ. P2 എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രൈസ് 2 രൂപ. ദെൻ Q1 എന്ന് പറയുന്നത് ആദ്യത്തെ ക്വാണ്ടിറ്റി 8 കിലോ. രണ്ടാമത്തെ ക്വാണ്ടിറ്റിയാണ് Q2 എന്ന് പറയുന്നത്, അത് 20 കിലോ. അപ്പോൾ P1 പ്ലസ് P2, 6 പ്ലസ് 2 8, 8 പ്ലസ് 20 28. അപ്പോൾ 12/4 ഇൻറ്റു 8/28. അതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെറുതാക്കിയൊക്കെ കാണുമ്പോൾ 0.86 എന്നുള്ളത് വരും അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു ആർക്ക് മെത്തേഡിൽ നമ്മൾ കണ്ടെത്തുന്നത്. അതായത് ആദ്യം എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇടും, വൈ ആക്സിസിൽ പ്രൈസും കാണിക്കുന്നു. ആദ്യത്തെ പ്രൈസ് 6 ആയിരുന്നു, അപ്പോൾ 8 കിലോ വാങ്ങി. രണ്ടാമത് 2 രൂപയായി കുറഞ്ഞപ്പോൾ 20 കിലോ വാങ്ങി. ദെൻ ആ 2 പ്ലോട്ടും നമ്മൾ എന്ത് ചെയ്തു? അതോടെ ഒരു ഡിമാൻഡ് കർവ് വരയ്ക്കുകയാണ്. ആ 2 ഭാഗത്തെയും പ്ലോട്ട് ചെയ്തുകൊണ്ട് ഒരു ഡിമാൻഡ് കർവ് വരയ്ക്കുകയാണ്. ഡി എന്നുള്ളതാണ് ആ ഡിമാൻഡ് കർവ്. ദെൻ അതിൽ എത്രയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് മെഷർ ചെയ്യുക. അതിനുള്ള ഇക്വേഷനാണ് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു P1 പ്ലസ് P2 ഡിവൈഡഡ് ബൈ Q1 പ്ലസ് Q2. അതല്ലാന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡിമാൻഡ് ഇൻറ്റു ആവറേജ് പ്രൈസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ആർക്ക് മെത്തേഡ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4 മെത്തേഡുകളെ പരിചയപ്പെട്ടു. പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാനുള്ളതാണ് 4 മെത്തേഡുകൾ. അതിൽ ആദ്യത്തെ മെത്തേഡ് വന്നിട്ട് പ്രൊപ്പോർഷണൽ ഓർ പെർസെൻറ്റേജ് മെത്തേഡ് ആയിരുന്നു. ദെൻ രണ്ടാമത് എക്സ്പെൻഡിച്ചർ ഓർ ഔട്ട്ലേ മെത്തേഡ് ആയിരുന്നു. ദെൻ മൂന്നാമത് ജോമെട്രിക് ഓർ പോയിന്റ് മെത്തേഡ് ആയിരുന്നു. ദെൻ ലാസ്റ്റ് വൺ ആർക്ക് മെത്തേഡ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ.